നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ നിന്നും വികസിത രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് വാർത്തകളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ഓരോ വർഷവും ഈ അളവ് കൂടിക്കൂടി വരികയാണ്. പ്രത്യേകിച്ചും സമ്പന്ന വികസിത രാജ്യങ്ങളായ അമേരിക്ക, ബ്രിട്ടൻ, കാനഡ എന്നിവിടങ്ങളിലേക്ക്. ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് OECD എന്ന കൂട്ടായ്മയിലെ പ്രധാനികളാണ് അമേരിക്കയും ബ്രിട്ടനും കാനഡയും. ഈ രാജ്യങ്ങളിലേക്ക് എത്തുന്ന കുടിയേറ്റക്കാർ, വിദ്യാർത്ഥികൾ, പൗരത്വം നേടുന്നവർ എന്നിങ്ങനെയുള്ള കണക്ക് നോക്കിയാൽ മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യക്കാർ തന്നെയാണ്. പക്ഷേ സമീപകാലത്ത് ഉണ്ടായ കർശന നിയമങ്ങളും നയങ്ങളും ഈ ഒഴുക്ക് ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. 2022 ഇന്ത്യക്കാരുടെ കുടിയേറ്റത്തിൽ ഏറ്റവും വലിയ വർധനവ് ഉണ്ടായിരിക്കുന്നത്. 5.6 ലക്ഷം പേരാണ് OECD രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്നെത്തിയത്. തൊട്ടു പിന്നാലെ ചൈനയാണ്, 3.2 ലക്ഷം. കുടിയേറ്റക്കാരിൽ 6.4% ഇന്ത്യക്കാരും 3.8% ചൈനക്കാരുമാണ്. ഇതിൽ വളരെ പ്രത്യേകതയുള്ള മറ്റൊരു കാര്യം, വികസിത രാജ്യമായ റഷ്യയിൽ നിന്നും OECD രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം നടക്കുന്നു എന്നതാണ്. 2022 2.6 ലക്ഷം റഷ്യക്കാരാണ് ഇവിടങ്ങളിലേക്ക് എത്തിയത്. റൊമാനിയയെ പിന്തള്ളി കുടിയേറ്റത്തിൽ റഷ്യ 18ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. ഇന്റർനാഷണൽ മൈഗ്രേഷൻ ഔട്ട്ലുക്ക് 2024 റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചപ്പോൾ കുറച്ചുകൂടി വ്യക്തത ഈ കണക്കുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബ്രിട്ടനിലേക്ക് 2022 1.12 ലക്ഷം ഇന്ത്യക്കാർ, അത് 2021 ഇരട്ടിയാണ് കുടിയേറിയത്. അമേരിക്കയിലേക്ക് 1.25 ലക്ഷം ഇന്ത്യക്കാരെത്തി. ഇത് 35% വർധനയാണ് മുൻ വർഷത്തേക്കാൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ കാനഡയിലെ കാര്യം നോക്കുമ്പോൾ ഇടിവുണ്ടായിട്ടുണ്ട്. മുൻ വർഷത്തേക്കാൾ 8% കുറഞ്ഞ് 1.18 ലക്ഷം പേരാണ് കാനഡയിലെത്തിയത്. ഈ രാജ്യങ്ങളിലെല്ലാം ഇന്ത്യക്കാർ എത്തുന്നത് തൊഴിലാളികളായോ കുടുംബാംഗങ്ങളായോ ആണ്. ഇപ്പോൾ തുർക്കി, ഇസ്രായേൽ, ജർമ്മനി എന്നീ രാജ്യങ്ങളും OECDയിൽ എത്തിയിട്ടുണ്ട്. ഇവിടങ്ങളിലേക്കും കുടിയേറ്റം നടക്കുന്നുണ്ട്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയത് കുടിയേറ്റത്തിന് നിയന്ത്രണം വരുത്തുമെന്നാണ് മറ്റൊരു വിലയിരുത്തൽ. നിയമങ്ങൾ കർശനമാക്കുകയും പരിശോധനകൾ കൂടുതലായി നടത്തുകയും ചെയ്യുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത 3 വർഷത്തേക്ക് കുടിയേറ്റത്തിൽ കർശന നിയന്ത്രണമാണ് കാനഡ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബ്രിട്ടൻ മറ്റു ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വേതനങ്ങളിലും ജോലികളിലുമാണ് പുതിയ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നത്. 2022 1.9 ലക്ഷം ഇന്ത്യക്കാരാണ് OECD രാജ്യങ്ങളിൽ പൗരത്വം നേടിയത്. OECD രാജ്യങ്ങളിൽ പൗരത്വം നേടുന്നതിൽ ഇന്ത്യക്കാർ വളരെ മുന്നിലാണ്. ഈ കാലയളവിൽ മുൻകാലങ്ങളെക്കാൾ 3 മടങ്ങ് വർധനവോടെ 60,000-ഓളം ഇന്ത്യക്കാർ കാനഡയിലും പൗരത്വം നേടി. OECD രാജ്യങ്ങളിലേക്ക് 2022 കുടിയേറ്റം നടത്തിയതിൽ മുന്നിൽ നിൽക്കുന്ന 5 രാജ്യങ്ങളുടെ കണക്ക് നോക്കിയാൽ ഇന്ത്യ 5.57 ലക്ഷം, ചൈന 3.26 ലക്ഷം, റഷ്യ 2.68 ലക്ഷം, റൊമാനിയ 2.68 ലക്ഷം, കൊളംബിയ 2.18 ലക്ഷം എന്നിങ്ങനെയാണ്. ഇനി അമേരിക്കയിലെത്തിയ ഇന്ത്യക്കാരുടെ കാര്യം പരിശോധിക്കാം. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് അഭയം തേടിപ്പോയവരുടെ എണ്ണത്തിൽ 8 ഇരട്ടിയിലധികം വർധനയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 2021 4330 ആയിരുന്നത് 855% വർദ്ധിച്ച് 2023 41,330 ഉയർന്നു. ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇതിൽ പകുതിയിലധികം ഗുജറാത്തിൽ നിന്നുള്ളവർ ആണെന്നതാണ്. സ്വയം അപേക്ഷ നൽകുന്നവരും അനധികൃതമായി എത്തിയിട്ട് നാടുകടത്തലിനെ പ്രതിരോധിച്ച് അഭയം തേടുന്നവരും ഇതിൽപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഈ വർഷം സെപ്റ്റംബർ വരെ 29 ലക്ഷം പേരാണ് അനധികൃതമായി അമേരിക്കയിലേക്ക് കടക്കുവാൻ ശ്രമിച്ചത്. അതിൽ 90,415 പേർ ഇന്ത്യക്കാരായിരുന്നു. പ്രാദേശികമായ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഉയർന്ന ജീവിത നിലവാരം, മികച്ച തൊഴിൽ മേഖല എന്നിവയാണ് അമേരിക്കയിലേക്കുള്ള കുടിയേറ്റത്തിന് കാരണമായി പറയുന്നത്. ഇന്ത്യയിലെ തൊഴിലില്ലായ്മയും മറ്റ് ആഭ്യന്തര വിഷയങ്ങളും മറ്റു രാജ്യങ്ങളിലേക്ക് അഭയം തേടി പോകുന്നവരുടെ എണ്ണത്തിൽ കുതിച്ചുകയറ്റം ഉണ്ടാക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക്, കമന്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.